നിഷാദിന് ശിക്ഷ കൽപ്പിച്ചിട്ട് കഴിഞ്ഞ നവംബർ 25-നാണ് കോടതി വിധിയുണ്ടായത്. ഇന്നലെ ഡിസംബർ 26 ഈ ഒരു മാസം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് പരോൾ അനുവദിച്ചിരിക്കുന്നു. പരോൾ അനുവദിക്കാൻ നൽകിയ അപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞ എന്താ? നിഷാദ് പറഞ്ഞത് അച്ഛൻ്റെ സർജറിയാണ്, അതുകൊണ്ട് പരോൾ അനുവദിക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ 3 ആഴ്ച മുമ്പേ നിഷാദിൻ്റെ അച്ഛൻ ശശി, 65 വയസ്സുകാരനായ ശശിയുടെ സർജറി കഴിഞ്ഞു. കാൽമുട്ടിൻ്റെ തേയ്മാനവുമായി ബന്ധപ്പെട്ട സർജറി കഴിഞ്ഞു. 3 ആഴ്ച മുമ്പേ സർജറി കഴിഞ്ഞ ഒരാൾക്ക് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചത്? അപ്പോൾ സർജറിയുടെ പേരിൽ ആണ് അദ്ദേഹം പരോൾ അപേക്ഷയിൽ കൊടുത്തത്. എന്നാൽ 3 ആഴ്ച മുമ്പേ സർജറി കഴിഞ്ഞു. ആ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചത്? പരോൾ അനുവദിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ലോക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ലോക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അതായിരിക്കുമല്ലോ പരോൾ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ എന്തടിസ്ഥാനത്തിൽ പയ്യന്നൂരിലെ ലോക്കൽ പോലീസ് എന്തടിസ്ഥാനത്തിലാണ് നിഷാദിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങൾ ഇല്ലാതായി പോയോ? അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ ഒരു അനാവശ്യമായ അല്ലെങ്കിൽ അക്രമങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്ന് ലോക്കൽ പോലീസിന് ബോധ്യമുണ്ടായോ? എന്തടിസ്ഥാനത്തിലാണ് ലോക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? കണ്ണൂർ റൂറൽ SP എന്തടിസ്ഥാനത്തിലാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ഇനി ജയിൽ സൂപ്രണ്ട് എന്തടിസ്ഥാനത്തിലാണ് ജയിൽ സൂപ്രണ്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ഈ 3 പേരും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമല്ലേ ജയിൽ DGP പരോൾ അനുവദിക്കൂ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിഷാദിൻ്റെ ജയിലിനകത്തുള്ള പെരുമാറ്റത്തെക്കുറിച്ച് എന്ത് വിലയിരുത്തലാണ് സൂപ്രണ്ട് നടത്തിയിട്ടുള്ളത്? അപ്പോൾ ഇവിടെ പരോളിന് അനുവദിക്കേണ്ടതായ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട്, ജയിൽ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ നിഷാദിന് പരോൾ അനുവദിച്ചിട്ടുള്ളത്. കളവ് പറഞ്ഞിട്ടാണ് പരോൾ നേടിയിരിക്കുന്നത്. പരോൾ നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? നിഷാദിനെ പോലെയുള്ള ആളുകൾ പരോൾ നേടിക്കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകും. അപ്പീൽ പോകുന്ന അവസരത്തിൽ സാക്ഷികളെ കൂറുമാറ്റണം, സാക്ഷിമൊഴി മാറ്റണം, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു. ഇന്നലെ മുതൽ ആരംഭിച്ചു എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. ആ സംഭവത്തിലുള്ള സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പീൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അനുകൂലമായി മൊഴി നൽകിയില്ലെങ്കിൽ നിന്നെയൊന്നും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന ഭീഷണി അദ്ദേഹം പല സ്ഥലങ്ങളും ഉന്നയിച്ചതായാണ് നാം കേൾക്കുന്നത്. അപ്പോൾ ഈ കേസ് അപ്പീൽ പോകുമ്പോൾ തികച്ചും ഇല്ലാതാവാൻ വേണ്ടി സുഖമായി നിഷാദ് രക്ഷപ്പെടുന്നതിനുള്ള സാഹചര്യമാണ് ഈ പരോളിലൂടെ സംഭവിക്കാൻ പോകുന്നത്. VK നിഷാദിന് ഇപ്പോൾ 6 ദിവസത്തേക്ക് അനുവദിച്ച പരോൾ റദ്ദ് ചെയ്യണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം, അദ്ദേഹം ഇപ്പോൾ കൗൺസിലറാണ്, പയ്യന്നൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്. 46-ാം വാർഡ് മൊട്ടമ്മൽ വാർഡിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഈ പരോളിൻ്റെ മറവിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നീക്കം നടക്കുന്നു. പയ്യന്നൂർ മുനിസിപ്പൽ അധികൃതർ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള ഒരു ഗൂഢ നീക്കവുമായി ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പരോൾ നേടിയിട്ടുള്ള ആൾ ഇവിടെ മുനിസിപ്പൽ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതും നാം കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് BJP ആവശ്യപ്പെടുന്നു, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല. പരോളിൻ്റെ മറവിൽ ഇറങ്ങി എന്തിനു വേണ്ടിയാണോ അദ്ദേഹം പരോൾ നേടിയത് അതിന് വിരുദ്ധമായ നിലയിൽ അല്ലെങ്കിൽ അതിനോട് ആവശ്യപ്പെടാത്ത ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നുവെങ്കിൽ ആ സത്യപ്രതിജ്ഞ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് BJPയുടെ മറ്റൊരാവശ്യം. പരോളിന് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും കേരളത്തിലുണ്ട് എന്ന് നിങ്ങളൊക്കെ പ്രസിദ്ധപ്പെടുത്തതാണ്. ഒരു ഭാഗത്ത് പരോളിന് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ, മറുഭാഗത്ത് കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള ജയിലുകളെ നിയന്ത്രിക്കുന്ന ആരാ? ഇവിടെ കൊടി സുനിയും അർജുൻ നായകിമാരുമാണ് ജയിലുകളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കൊടി സുനിയും അർജുൻ നായകിയും നിയന്ത്രിക്കുന്ന മറ്റൊരു വിഭാഗം സെൻട്രൽ ജയിലുകളെ നയിക്കുന്ന ആളുകൾ മറ്റൊരു ഭാഗത്ത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ജയിൽ വകുപ്പുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ BJP ആവശ്യപ്പെടുന്നു, ജയിൽ DGP ഇക്കാര്യത്തിൽ ശക്തമായൊരു നിലപാട് എടുക്കണം. ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ജയിൽ DGP പരിശ്രമിക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. അതായത് ഇവിടെ VK നിഷാദിന് പരോൾ കിട്ടാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന, അതിന് അനധികൃതമായി നൽകിയിട്ടുള്ള ശുപാർശ, ആ ശുപാർശ റദ്ദ് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ പരോൾ റദ്ദ് ചെയ്യണം, സത്യപ്രതിജ്ഞ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വിലക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഈ അവസരത്തിൽ BJP ഉന്നയിക്കുകയാണ്. ഇവിടെ അനധികൃതമായി പരോൾ ലഭിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കൂടി BJP ആവശ്യപ്പെടുന്നു.